റഹീംക്ക, ഞാൻ ആതിരയാണേ. ഈ 14th എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആളൊന്ന് സർപ്രൈസ് ചെയ്യണമെന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ നാട്ടിലില്ലാത്തതിനോണ്ട് എനിക്ക് കാര്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പുള്ളിപ്പോൾ ഉള്ളത് ഇക്കൻ്റെ നാട്ടിലാണ്. അപ്പം ഇക്കൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ആളെ ഒന്ന് പോയിട്ട് സർപ്രൈസ് ചെയ്യാൻ പറ്റുമോ? അനിയത്തിയുടെ സ്വന്തം ഏട്ടന് വേണ്ടി നമുക്കൊന്ന് പോയി നോക്കാം. ഹായ്, ആദ്യത്തല്ലേ? വന്നോളൂ. ഹായ്, നമസ്കാരം. എനിക്കൊരു ഇവിടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാ. ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഓക്കെ. ആരാ, എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? അനിയത്തി ആദു. പേര് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഏത് എന്തോ ഒന്ന് എങ്ങനെ ഇഷ്ടമായോ? ഇമോഷണൽ ആയല്ലോ. ഞാൻ പോകും എല്ലാരും മിസ് ചെയ്ത് വീട്ടിലേക്ക് പോയിട്ടു. അതെ, ആളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ലവ് യു. ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ മിസ് ചെയ്തിട്ട് ഞാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ പോകും. ഞാൻ കാലിക്കറ്റ് സ്ഥലം. അതെ അതെ, കൊച്ചിയിലാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ എനിവേ കൺഗ്രാറ്റ്സ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ഈ ഒരു ദിവസം ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോവാ. അപ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ കിട്ടിയൊരു ഗിഫ്റ്റ്, അത് നമ്മൾ എഴുതി ചെയ്ത കേട്ടോ. യു ആർ മൈ വേൾഡ് ടാറ്റ. യു ആർ മൈ വേൾഡ്. എനിവേ ഇങ്ങനെ ഒരു അനിയത്തിനെ കിട്ടിയതിൽ ഒരുപാട് പുണ്യം ചെയ്യണം. ചില കണ്ണുനീർ തുള്ളികൾക്ക് ലോകത്തിലെ ഏത് നിധിയേക്കാളും വിലയുണ്ട്. മറ്റൊന്നിനും പകരം വെക്കാനാവാത്ത ഇവരുടെ സ്നേഹത്തിന്റെ വില. എനിവേ കൺഗ്രാറ്റ്സ്, യു ആർ വെരി ലക്കി മാൻ. കാണാം, എന്തെങ്കിലും കാണാം. ഇതിലും വലിയൊരു ഗിഫ്റ്റ് ഒരു ഏട്ടന് അനിയത്തിയിൽ നിന്നും കിട്ടാനില്ല. ഇവരുടെ സ്നേഹബന്ധം 1000 വർഷങ്ങൾ നിലനിൽക്കട്ടെ. ഇതേപോലെയുള്ള സർപ്രൈസുകൾക്കും ഡ്രോയിങ്ങിനും ഈ നമ്പറിൽ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.